Hey everyone, welcome to another video. So hope you all doing good and great. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് എക്സാം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഹിന്ദിയാണ്. സോ എനിക്ക് രണ്ട് എക്സാമും നല്ല അടിപൊളിയായിരുന്നു. സോ ഞാൻ ഫസ്റ്റ് ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇംഗ്ലീഷ് ഓവറോൾ പറയാനാണെങ്കിൽ നല്ല അടിപൊളി എക്സാം തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് തീരെ കഴിഞ്ഞേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുള്ളി ഡ്രെയിൻഡ് ആയതുകൊണ്ട് ഞാൻ ഒരു പാഠം പോലും വായിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് എക്സാമിന്. പക്ഷെ എനിക്ക് എന്തൊക്കെയോ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് 8ാമത്തെ ക്വസ്റ്റ്യൻ വരെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടായത്. അതിൽ നിന്ന് എനിക്ക് കുറേ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തൊക്കെയോ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് സുധാമൂർത്തി ആൻഡ് രത്ന എന്നാണ്. ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. സോ അങ്ങനെയാണ് എഴുതിയത്. 1 മാർക്കിൻ്റെ ആൻസേഴ്സ് ഞാനെല്ലാം പറയുന്നില്ല, കാരണം ഞാൻ എഴുതിയെല്ലാം ശരിയാവണമെന്നില്ല. സോ പിന്നെ എനിക്ക് രണ്ടാമത്തെ ആ പോയം വായിച്ചിട്ട് എഴുതുന്നത് 5th 6th 7th ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 8th ക്വസ്റ്റ്യൻ ടഫ് എന്നല്ല, എനിക്ക് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആൻസർ ശരിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആ ഹീ എന്നുള്ളത് ഞാൻ നെയ്ബർ എന്നാണ് എഴുതിയത്. 6th 7th 8th ആൻസർ എനിക്ക് തോന്നിയത് എഴുതിയതാണ്, ശരിയാണോ എന്നൊന്നും അറിയില്ല. പിന്നെ 9th ക്വസ്റ്റ്യനിൽ ഞാൻ എൻ്റെ ആൻസർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പുട്ടപ്പ് വിത്ത്, ബീൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത് ടേൺ ഔട്ടാണ്. പിന്നെ 10th ക്വസ്റ്റ്യൻ അതൊക്കെ എനിക്ക് തോന്നിയ പോലെ ഞാൻ എഴുതിയതാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ 11th ക്വസ്റ്റ്യൻ ഞാൻ ആ ചാപ്റ്റർ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. കുറേ സബ്ജക്റ്റിൻ്റെ കുറേ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, കാരണം കലോത്സവം അങ്ങനെ ഇങ്ങനെ കുറേ പോയിട്ട് കുറേ ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് പഠിക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല എന്നല്ല, മടി. പിന്നെ 12th ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, പിന്നെ ബി എഴുതിയത് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 13th മുതൽ 19th വരെയുള്ളത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 13th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, 14th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, പിന്നെ 15th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, 16th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിനി, പിന്നെ 17th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല, 18th ഞാൻ എഴുതിയിട്ടില്ല, പിന്നെ 19th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. 19th ക്വസ്റ്റ്യൻ എനിക്കിങ്ങനെ തോന്നിയതുപോലെ ഞാൻ ശരിയാക്കിയതാണ്. ആൻസർ ശരിയാണോ എന്നറിയില്ല. ആൻസർ ഷീറ്റ്സ് തരുമെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളോട് സാർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്കും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി എന്നാണ്. സോ എനിക്ക് കിട്ടിയ എന്തെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, മാർക്കും കാര്യങ്ങളൊക്കെ. എല്ലാത്തിലും വലിയ മാർക്കൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്തത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ 20th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ 20th ക്വസ്റ്റ്യനിൽ ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നേരെ വായിക്കാതെ പോയിട്ട് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എംപവറിങ് ഇന്ത്യൻ വിമൻ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്പീച്ച് എഴുതാനാണെന്ന് പറഞ്ഞ് ഞാൻ അടിച്ച് സ്പീച്ച് കുറച്ച് എഴുതി. അത് എഴുതിയതിന് ശേഷമാണ് ഞാൻ നേരെ ക്വസ്റ്റ്യൻ വായിക്കുന്നത്. പാനലിസ്റ്റിനെ വെൽക്കം ചെയ്യാനുള്ള സ്പീച്ചാണ് എഴുതാനുള്ളത്. സോ ഞാനത് പിന്നെ ക്വസ്റ്റ്യൻ ഇതാക്കിയിട്ട് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വായിച്ച് കിട്ടിയപ്പോൾ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. 21st ക്വസ്റ്റ്യൻ ആ ചാപ്റ്റർ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് പിന്നെ ആ കഥ എവിടെയോ കേട്ട പോലത്തെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. സോ ഞാൻ അത് എഴുതിയിട്ടുണ്ട്, കാരണം ഞാൻ ആ ഒരു തല്ലി ഇൻസിഡൻറ്റ് എനിക്കറിയാം. ആ ഒരു ചെറിയ പോർഷൻ എടുക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ 22nd ക്വസ്റ്റ്യൻ എഴുതി, 23rd എഴുതിയിട്ടുണ്ട്, 25th ക്വസ്റ്റ്യൻ ഇത്രയാണ് ഞാൻ അതിൽ നിന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 26th ആ ഒരു സ്പീച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. 27th റെസ്യൂമേ അതും ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഇംഗ്ലീഷിൽ ഞാൻ ഇതൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ മാർക്ക് ഉണ്ടാവും ഒന്നും അറിയില്ല, കാരണം ഞാൻ പഠിക്കാതെ പോയി എഴുതിയതാണ്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ എക്സാം പഠിക്കാതെ തന്നെ പോയതാണ്. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് തീരെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ലെറ്റ്സ് സീ, മാർക്ക് കിട്ടുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം എത്രയാണ് മാർക്ക് എന്നുള്ളത്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കാറുള്ളത്, കാരണം എനിക്ക് +1 99 മാർക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു മാർക്കാണ് എനിക്ക് ഇംഗ്ലീഷിൽ +1 കിട്ടിയത്. കാരണം എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയാൻ കാരണം എനിക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും വരുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് ചേഞ്ച് ആയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ +1 പാറ്റേൺ ചേഞ്ച് അല്ല, ഒരു കുറച്ചും കൂടെ ടഫാക്കി കുറച്ച് സ്റ്റാൻഡേർഡൈസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 99 എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് 99 ഉണ്ട്. ആ 1 മാർക്ക് ഇവിടെ പോയെന്ന് അറിയില്ല ഗൈസ്. പിന്നെ ഞാൻ റിവാലുവേഷൻ ഒന്നും കൊടുക്കാൻ വേണ്ടി പോയിട്ടില്ല. ചിലപ്പോൾ ഗ്രാമറാണ് തെറ്റിയൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിൽ ഇന്നൊരു റൂട്ടീൻ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വായിക്കും, പിന്നെ നോട്ട് ബുക്ക് വായിക്കും, അത്ര തന്നെ. ഇത് രണ്ടും വായിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോകാറുള്ളത്. അല്ലാതെ എനിക്ക് വേറെ തന്നെ ട്രിക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൽ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വായിച്ച് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ
ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കും നോട്ടും ഇത് വായിച്ചിട്ടാണ് പോകാറുള്ളത്. ഞാൻ എക്സാമിൻ്റെ തലേന്നൊക്കെയാണ് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിക്കാറുള്ളത്. ഇന്നത്തെ എക്സാം രണ്ടും ഞാൻ പഠിക്കാതെ പോയതാണ്, പക്ഷെ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ആൻസർ ഷീറ്റ് കിട്ടിയ ആ മാർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈസി ആയിരുന്നോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ എഴുതി തീർക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ എഴുതി തീർന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ്. അപ്പോൾ എനിക്ക് ടൈം തികയാത്ത പ്രശ്നമൊന്നും വന്നിട്ടില്ല ഇംഗ്ലീഷിൽ.